പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫിൽഡ് കപ്പ ബോണ്ടയാണ്. കപ്പ ചെറുതായിട്ട് കൊത്തി നുറുക്കി വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി കുക്കറിലിട്ട് നമുക്ക് വേവിക്കാം. കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ സവാള കൊത്തിയരിഞ്ഞത്, ഇത് മൂന്നും ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിലോട്ട് ഇത്തിരി ഉപ്പുനീര് ഒഴിച്ചു കൊടുക്കാം. ഉപ്പുനീര് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടും. ഈ സമയം കൊണ്ട് നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്. കുക്കറിൽ 2 വിസിൽ വന്നു. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പ്രഷർ കളഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കപ്പ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഒരു അരിപ്പ പാത്രത്തിനകത്തോട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. എന്നിട്ട് തണുക്കാൻ വയ്ക്കാം. ഈ സമയം നമ്മുടെ സവാള മിക്സ് റെഡിയായി വഴന്നു വന്നിട്ടുണ്ട് നന്നായിട്ട്. ഞാൻ ചിക്കൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചിക്കൻ മസാല പുരട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയ ചിക്കനാണ്. ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് വെച്ച് മൂടി വെച്ച് നമുക്ക് നന്നായിട്ട് വേവിക്കാം. കുറച്ച് നേരത്തേന് വേവിക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ട് ഇത്തിരി നേരം കൂടെ നന്നായിട്ട് ഇളക്കി ഡ്രൈ ആക്കി എടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ചുകൂടി ചിക്കൻ മസാല വേണ്ടവർക്ക് അതും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അത് ഇച്ചിരി നേരം തണുക്കണം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ കപ്പ ഉണ്ടല്ലോ, കപ്പ അത് തണുത്തിട്ടുണ്ട്. അതൊന്ന് കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. അതിലോട്ട് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത്, തരിയുള്ള അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിലോട്ട് ഉപ്പ് ചേർക്കണം, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, കളറിനും ആവശ്യത്തിന് എരിവിനും ആവശ്യത്തിന് മുളക് പൊടി കൂടെ ചേർത്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് ഒരുവിധം ടൈറ്റ് ആയിട്ടുള്ള ബോൾസ് ആക്കി എടുക്കാൻ പരുവത്തിനുള്ള ഒരു ഡഫാക്കി എടുക്കാം. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കപ്പ ഒന്ന് ഉരുട്ടിയെടുക്കണം, ബോൾസ് ആക്കി എടുക്കണം. ബോൾസിനകത്ത് നമ്മൾ കൊഴുക്കട്ടയ്ക്കകത്ത് അകത്ത് കുഴി ഉണ്ടാക്കി വെക്കില്ല എന്ന് പറഞ്ഞ പോലെ കുഴി ഉണ്ടാക്കി അതിലോട്ട് ചിക്കൻ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് എല്ലാം അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് എണ്ണ കുടിക്കും. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞും പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഒത്തിരി ഡീപ്പ് ഫ്രൈ ഒന്നും ആക്കണ്ട, ബ്രൗൺ നിറമൊന്നും ആവണ്ട. ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുക. ചിക്കനും എല്ലാം നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തതാണ്. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. ബൈ.